ഇതമ്മ, ഇത് അത് മോന. എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ഒരു പിടിയില്ല, പണിയൊന്നും ആയില്ല. കുറച്ചു മുമ്പ് 2 മണി കിട്ടിയായിരുന്നു. ഇനി എന്തെങ്കിലും അത് കാര്യമാക്കണം. അത് കാര്യമായിട്ട് എന്നാലും ചെറുക്കനെ കണ്ടില്ലല്ലോ. അയ്യ, ചെറുക്കനല്ലേ ഈ ഇരിക്കുന്നേ. അതല്ല, പാല് വാങ്ങിക്കാൻ പോയി ചെറുക്കനെ കണ്ടില്ലല്ലോ എന്ന്. അയ്യോ, ഒന്ന് അടങ്കാളിയാ. ഇവിടെ പാല് കൊണ്ട് ഒന്നല്ലേ നമുക്ക് ചായ ഇട്ട് കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റും. എന്നാലും നടക്കട്ടെ. നടക്കാതിരിക്കാണ് പറയാ. എനിക്ക് നടക്കട്ടെ കാര്യം. എന്നെ മാത്രം നടക്കാം. ഇതേ എനിക്കൊരു മോളുണ്ട്. മോളൊക്കെ അകത്താണ്. ഇല്ല, അല്ല പുറത്താണ്. ഗൾഫിൽ അകത്ത് പുറത്തുമല്ല, രണ്ടും കൂടെ പിരിക്കില്ല. അവിടെ വീട്ടിലാണെന്നുണ്ട്. ഞാൻ ചെറുക്കെത്തി. അല്ല, പിന്നെ പാല് കൊണ്ട് നമ്മളെ പയ്യെ എത്തി. ഇത് മുരുകൻ അല്ല, മുരുകൻ. അത് ഞാൻ പഠിപ്പിച്ച നമ്മളെല്ലാരും കൂടെ ഒരു കുടുംബമാണ്. പഠിപ്പിച്ച വിദ്യാർത്ഥിയാണ്. പഠിക്കാണ്ട് വന്ന ഇവിടെ ചടക്കൊക്കെ ഉറപ്പും വരും. അപ്പൊ എന്തായാലും മോളെ വിളിയോ. മോളെ വിളി. മോളെ ഷോക്ക് അടിക്കുന്നില്ല. ഞാനെടുത്ത് കുടിയുണ്ട്. അയ്യോ, ചെറുക്കാൻ ചായ ഉണ്ടല്ലോ. ഇവിടെ അത് കുഴപ്പമില്ല. അതെന്തോ വാശി ഇതൊക്കെ സംസാരിക്കാൻ കാണും. അത് നിങ്ങളെ അങ്ങോട്ട് കാണും. അവർ സംസാരിക്കും. കുറച്ച് ശാസ്ത്രീയ പ്രകടനങ്ങളുടെ കാര്യമില്ല. അച്ഛനെ പറ്റി കേട്ടിട്ടുണ്ടോ? നേരം അച്ഛൻ കറണ്ട് നിലപാടായിരുന്നു. അച്ഛനൊക്കെ ഈ ദേഹത്തോടെ വൈദ്യുതി കറക്കും. എന്നിട്ട് കൈ ബൾബ് എത്തിക്കുക, കാല് ബൾബ് എത്തിക്കുക. വൈദ്യുതി കറക്കിട്ട് എന്റെ അച്ഛനെ നല്ല 4 ബൾബ് ഒരു സമയത്ത് കത്തിച്ചിട്ടുണ്ട്. ഒരുപാട് ബൾബുകളൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇല്ല, ഇപ്പൊ അച്ഛന്റെ ഫോട്ടോയിൽ ബൾബ് പഴയ ലൈനുണ്ട്. കോളേജിലൊക്കെ പഠിച്ചപ്പോ പക്ഷെ പെട്ടെന്ന് പൊട്ടിപ്പോയി. ഈ വീടിന്റെ ബാക്കി കൂടെ ഒരു പഴയ ലൈൻ പോകുന്നത്. അത് കമ്പനിയുണ്ട്, കക്കയിടുന്നു. ഇതൊക്കെ ഇറത്തൊക്കെ അടിക്കുന്നത്. എന്നെ ഇഷ്ടമല്ല. എനിക്ക് കുട്ടിയോട് ഇഷ്ടം കറണ്ട് ബില്ല് പോലെ ആവശ്യമില്ലാതെ ചുമ്മാ ഉൾക്കൊള്ളി. പിന്നെ ചേട്ടാ, അതെ, നമ്മൾ ഈ കാറ്റിനൊക്കെ കറണ്ടുണ്ടാക്കില്ലേ? ഇതൊന്നും അറിയത്തില്ല. തമിഴ്നാട്ടിലൊക്കെ കാറ്റിന്നല്ല കറണ്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ കൊടുങ്കാറ്റിന് കറണ്ട് എടുക്കാൻ പറ്റുമോ? നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാറോ? സംസാരിക്കുമ്പോൾ മക്കൾ അങ്ങോട്ട് വിളിച്ചോണ്ട് പോകും. നീ അങ്ങോട്ട് എന്റെ പേര് ബാവ. പേരെന്തൊരു അയ്യോ, ഇതിന്റെ പേര് അയ്യോ അതല്ല, ഇതിന്റെ പേര് മുരുകൻ. പിന്നെ ജാതി മതവും കുഴപ്പമില്ലാന്ന് പറയണ കേട്ട്. ആര്? വണ്ണവും കുഴപ്പമില്ലാന്ന് പറയണ കേട്ട്. ആര്? നിറവും കുഴപ്പമില്ലാന്ന് പറയണ കേട്ട്. ഇതൊക്കെ ആര് പറഞ്ഞു? ഇവിടെ നിന്ന് പറയണ ഞാൻ കേട്ട്. പക്ഷെ കലാവാസന, എന്റെ ഉള്ളിൽ കിടക്കുന്ന കലാവാസന ഞാൻ പുറത്തേക്ക്
നമുക്ക് നല്ലതായി. അത് തന്നെ എല്ലാം fix ചെയ്ത് പോകത്തില്ല. അച്ഛന് അറിയൂ. ശരി, ഞാൻ എത്തിയേക്കാം. ഞാൻ അവിടെ എത്തിയേക്കാം. ഇഷ്ടപ്പെട്ടതല്ലേ? പോണ വഴിക്ക് ചെലവുണ്ട്. ടീച്ചറാ. നല്ല മാഷേ, സമയം കളയുന്നില്ല. കേട്ടോ എന്താ സാർ? ഈ ചടങ്ങ് കഴിയുന്നപ്പോൾ ഒരു 15 മിനിറ്റ് ക്ഷമിച്ചല്ലേ? നന്ദിയുണ്ട്. അല്ല മാഷേ, ഇത് കുഴപ്പമൊന്നുമില്ല. മാഷ് സ്റ്റേഷനിൽ വന്നൊരു ജാമ്യം എടുത്താൽ എത്രേ ഉള്ളൂ. എന്റെ ജീവിതത്തിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല. ഇവൻ കാരണം ഇന്നെന്റെ വീട്ടിൽ പോലീസ് വന്നു. അത് പോലീസാണ്. ഞാൻ വലിയ സമയത്തിലല്ലേ കൊണ്ടുപോ. നിയമത്തിന് പഠിക്കാൻ നടക്കട്ടെ. അത് പോലീസാണ്. പിന്നെ ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥിയാണ്. ഇവ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. ഇവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. ഇവന്റെ കഴിവുകൊണ്ടാണ് ഒരു 15 മിനിറ്റ് അവൻ ക്ഷമിച്ച് ചെയ്യുന്നത്. കൊണ്ടുപോകോ എല്ലാവരും ഉറങ്ങാൻ വേണ്ട. ഞാൻ സ്റ്റേഷനിൽ പോകണം. ഞാൻ ജയിലിൽ പോകട്ടെ. ഞാൻ അവിടെ കിടന്നോളാം. പക്ഷേ അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം. എനിക്കിപ്പോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും കാരണക്കാരൻ അച്ഛനാണ്. ഞാനൊന്ന് പഠിക്കണമെന്ന് തീരുമാനിച്ച അച്ഛൻ, ഞാൻ എവിടെയൊക്കെ പോകണമെന്ന് തീരുമാനിച്ച അച്ഛൻ, ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ച അച്ഛൻ. എന്റെ ഇഷ്ടം എപ്പോഴും എന്റെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടോ? എപ്പോഴും ആരും ചോദിച്ചില്ല. അച്ഛന്റെ ഇഷ്ടത്തിന് എന്നെ ഇത്ര കാലം വളർന്നു. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ആഗ്രഹം ചോദിക്കുകയോ എതിർത്തെന്തെങ്കിലും പറയുകയോ ചെയ്യണേ. ഇത്രയും വളർന്നിട്ട് ഈ ചൂരെടുത്ത് കഴിക്കും. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു സൈക്കിൾ മേടിച്ചു. അച്ഛൻ ഈ മേടിച്ചിട്ടില്ല. കോളേജിൽ എന്റെ കൂട്ടുകാരുടെ ബൈക്കിൽ വന്നപ്പോൾ ഞാനൊരു ബൈക്ക് മേടിച്ചു. എനിക്ക് അത് മേടിച്ചിട്ടില്ല. എല്ലാത്തിനും കാരണം അച്ഛൻ വേണ്ട. ആരാണ് നീ കാര്യത്തെ സംസാരിക്കുന്നത്? അച്ഛനാണോ? പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഒന്നേ ഉള്ളത് തല്ലി വളർത്തണമെന്ന്. ഞങ്ങളൊക്കെ തല്ലി തന്നെയാണ് അച്ഛനമ്മയെ വളർത്തിയത്. പക്ഷെ ഞങ്ങൾക്ക് അവരുടെ ദേശീയ വൈരാഗ്യമില്ലായിരുന്നു. അച്ഛനും അമ്മയ്ക്കും കൊട്ടേഷൻ കൊടുക്കുന്ന പുതിയ തലമുറ വന്നിരിക്കുന്നത് മോനെ, നീ വന്നേ. നീ എന്നോട് പറഞ്ഞില്ലേ നിനക്ക് ഞാൻ ബൈക്കിൽ മേടിച്ച് തന്നില്ലെന്ന്? ബൈക്കിൽ മേടിച്ച് തരാത്ത നിന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, സ്നേഹം ഉള്ളത് കൊണ്ടാണ്. നീ എന്തും പത്രത്തിൽ വായിക്കുന്നതല്ലേ? ബൈക്ക് ആക്സിഡന്റ് കൂടുതൽ നിന്നെ പോലെ യൂത്തന്മാരാ. വയസ്സാം കാലത്ത് അച്ഛനും അമ്മയ്ക്കും ഒരു തുള്ളി വെള്ളം കൊടുക്കേണ്ട ഈ ചെറുപ്പക്കാരെ ബൈക്കിൽ എടുത്തൊന്ന് ചീറി പായും. എന്നിട്ട് ഏതിന്റെ ജംഗ്ഷനിൽ പോയി ചീവ് കൊടുക്കും. അങ്ങനൊന്നും നമ്മുടെ കുടുംബത്തിൽ ഒട്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നിനക്ക് ഞാൻ ബൈക്കിൽ മേടിച്ച് തരാത്തത്. ഈ അച്ഛനും അമ്മയ്ക്കും ആളായിട്ട് നീ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് നിന്നെ വേണോടാ. അച്ഛനമ്മ സ്നേഹമൊക്കെ ഉണ്ടോ? ഇതിന്റെ പ്രശ്നം എന്നറിയാം. നമ്മൾ കൂട്ടുകാരോട് കൂട്ട് കൂടുന്നു, നല്ലൊന്നൊരു കൂട്ട് കൂടുന്നു. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വയ്യാവലികളെ തലയിൽ വന്നിരിക്കും. മാഷെ എന്നോട് കൊണ്ടുപോകും. മാഷ് സ്റ്റേഷനിൽ വന്ന് ഒരു ജാമ്യം എടുക്കും. അപ്പോൾ ഇതിനൊന്നും വിഷയമുള്ളതല്ല കേട്ടോ. അടിക്കുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ അച്ഛയുടെ കാര്യങ്ങൾ ഒരു കാര്യം ചെയ്യാം. ആദ്യം ഇവന്റെ കേസ് നടക്കട്ടെ, അതിനുശേഷം ഈ കേസ് പരിഗണനയിൽ വെക്കാം. പോലെ